ജിമ്മിൽ പോകാൻ യാതൊരു താല്പര്യമില്ലാതെ ദേ അവിടെ ചാരി വെച്ചിരിക്കുന്ന അങ്ങേരുടെ വാക്ക് കേട്ട് മാത്രം ആ ഒരൊറ്റ മോട്ടിവേഷന്റെ പുറത്ത് ജിമ്മിലേക്ക് റെഡിയാവുന്ന ഞാൻ ഇന്നലെ നമ്മൾ നാട്ടിൽ പോയി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അതാണ് ഈ കാണുന്ന ഫുൾ മെസ്സ്, പെട്ടിയൊക്കെ അങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കേണ്ട, കാരണം എനിക്ക് ഇതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കണം എന്നുണ്ട്. എന്നാൽ അതിനോട്ടുള്ള എനർജി ഇല്ല, എന്നാൽ വർക്കൗട്ട് ചെയ്യാൻ വേണം. എന്നാൽ പിന്നെ പോയേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്കിഷ്ടമായി. ഞാൻ വെയിറ്റ് ലോസ് ചെയ്തപ്പോഴേ എന്നോട് കുറേ പേര് ചോദിച്ച കാര്യമാണ്, ചേച്ചി വയറ് കുറഞ്ഞോ എന്നുള്ളത്. ദേ നിങ്ങൾ തന്നെ കണ്ടോ, ഇതാണ് എൻ്റെ ഉണ്ണി വയർ. അതെങ്ങോട്ടും പോയിട്ടില്ല. കുറച്ച് കുറഞ്ഞു എന്നുള്ളത് സത്യമാണെങ്കിലും അങ്ങനെ ഒരു ഫ്ലാറ്റ് ആപ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന 6 പാക്കിലേക്ക് എത്തിയിട്ടില്ല. ഒരു 6 ഇയേഴ്സും കൂടെ കിട്ടുവാണെങ്കിൽ ഒരു ചെറിയ 6 പാക്കെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതാണ് എൻ്റെ കോൺഫിഡൻസ്. എന്നാ വാ നമുക്ക് 6 പാക്ക് ഉണ്ടാക്കാൻ പോയേക്കാം. ആദ്യം സൺസ്ക്രീൻ വേണം, കാരണം നല്ല വെയിലാണ്. സ്കൂട്ടിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ അത് അപ്ലൈ ചെയ്തേക്കുക. പിന്നെ ഈ ഉറക്കം തൂങ്ങിയ കണ്ണുകൾക്ക് കുറച്ച് ജീവൻ കൊടുക്കാനായിട്ട് നമുക്ക് കണ്ണെഴുതിയ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാലേ ആ പരിപാടി അങ്ങോട്ട് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ പോയി വർക്കൗട്ട് ചെയ്ത് വേർത്ത് കഴിഞ്ഞ് മുഖം തുടച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് പോകും. എന്നാലും ഒരു മനസമാധാനത്തിന് നമുക്കിതൊക്കെ അങ്ങ് ചെയ്യണം. പിന്നെ ഈ വാച്ച്, ഇതാണ് എൻ്റെ മോട്ടിവേഷൻ. കാരണം ഇതെന്നോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, ആക്ടിവിറ്റി റിംഗ് കംപ്ലീറ്റ് ചെയ്യൂ എന്നുള്ളത്. എൻ്റെ ജിം ബാഗ് ഉണ്ടല്ലോ, ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. RNBന്ന് ഇത്ര രൂപേൻ്റെ മേലെ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെ എനിക്ക് കിട്ടിയ ബാഗാണിത്. ഇത് ഇന്നലത്തെ ടവല്, അതൊന്നും കാര്യമാക്കണ്ട, കണ്ടില്ല എന്നങ്ങോട്ട് നടിച്ചേക്കുക. പിന്നെ ഈ ഹെഡ്ഫോൺ, ഇതിനെക്കുറിച്ച് എനിക്ക് 10 പറയാനുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് ഒരിക്കൽ പോലും റിഗ്രറ്റ് അടിച്ചിട്ടില്ല. പക്ഷെ കാണുമ്പോൾ റിഗ്രറ്റ് തോന്നുന്ന ഒരു ഐറ്റം ആണ് ഇത് കേട്ടോ. ഇത് ആപ്പിളിൻ്റെ ഹെഡ്ഫോൺ ആണ്. ഇത് ഞാൻ വാങ്ങുന്നത് 60,000 രൂപയ്ക്കാണ്. 60,000 പ്ലസ് 6,000 രൂപ ഇൻഷുറൻസ്, മൊത്തം 66,000 രൂപ എടുത്ത് ഞാൻ വാങ്ങിയതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 66,000 എന്ന് പറയുന്നത് വലിയൊരു പൈസയാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് എന്തിനു വാങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവൊന്നുമില്ല. നമ്മളിതിൽ ഈ ഒരു ലൂപ്പിൽ പെട്ടുപോകുന്ന ഈ ആപ്പിൾ പ്രൊഡക്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ആപ്പിളിൻ്റെ മാക്ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള എയർപോഡ്സ് ആയിക്കോട്ടെ, ഹെഡ്ഫോൺസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം കൂടെ കളക്ട് ചെയ്യുന്ന ഒരു പ്രാന്ത് എനിക്ക് ഒരു സമയത്തുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് പ്രാന്തൊന്നും ഇല്ല കേട്ടോ, ഞാൻ നന്നായി. നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം, എന്നാൽ പിന്നെ ഇത് വല്ല OLX വിറ്റ് ഒഴിവാക്കി കൂടെ കിട്ടുന്ന പൈസ മേടിച്ചുകൂടെയെന്ന്. മനസ്സ് വരുന്നില്ല, എന്ത് ചെയ്യാനാ? വാ നമുക്ക് ജിമ്മിലേക്ക് പോവാം. നാട്ടിൽ പോയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ താല്പര്യമില്ലാതെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഒട്ടും ഒരു എനർജി ഒന്നും ഇല്ല. എന്നാലും പോയി കുറച്ച് വാമപ്പ് ചെയ്തു, കാർഡിയോ ചെയ്തു. വെയിറ്റ് എടുക്കാനുള്ള മൂഡാണെങ്കിൽ ഒരു 2 ദിവസം കൂടെ കഴിയണം. പിന്നെ ജാക്കറ്റ് ഇടുന്നത് എന്തിനാണെന്നറിയോ? ഇവിടുന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ചെറിയൻ്റെ സ്കൂളിലേക്കാണ്. ചെറിയ എന്ന് പറയുന്നത് എൻ്റെ 2ാമത്തെ പുത്രൻ. അപ്പോൾ അവൻ്റെ സ്കൂൾ വിടാനുള്ള സമയമായിട്ടുണ്ട്. 12:30 വരെ ഉള്ളൂ കേട്ടോ ക്ലാസ്. LKGയിലാണ് ആൾ പഠിക്കുന്നത്. അപ്പോൾ പിന്നെ അവൻ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഒരു ജിം ഡ്രസ്സ്, ഇത് കണ്ടാലറിയാം എന്തായാലും ജിം ഡ്രസ്സ് ആണെന്ന്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഒരു ജാക്കറ്റും കൂടി ഇട്ടെന്നേ ഉള്ളൂ. കാര്യം നമ്മൾ കാർഡിയോ മാത്രമേ ചെയ്തുള്ളൂ എങ്കിലും സ്റ്റേഴ്സ് വഴി ഇറങ്ങാനുള്ള അത്ര എനർജി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ തന്നെ പോയേക്കാം. അങ്ങനെ നമ്മൾ ഇതേ ചെറിക്കുട്ടിനെ പിക്ക് ചെയ്തു. ഇനി വീട്ടിലേക്ക് ഒരുപാട് പണിയുണ്ട്. ആ റൂം കിടക്കുന്നത് കണ്ടല്ലേ? എന്നാ ശരി കേട്ടോ, ബൈ ബൈ.